ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോളെ ഞാൻ ശിക്ഷിക്കുന്നത് അവൾ തെറ്റ് ചെയ്തിട്ടാ. അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അവളെ ഇനിയും തല്ലും. ഞാൻ അറിയാതെ മാറി നിൽക്കാം അങ്ങോട്ട്. തുടരുതെന്നല്ലേ പറഞ്ഞത്? എടുക്ക്. കുറെ നാളുകൾക്ക് ശേഷേ ഒന്ന് അടുക്കള കയറിയതാ. ഭാര്യ പണിക്ക് പോകുമ്പോ ഒരു പണിയും ചെയ്യാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഭർത്താവ് ഭാര്യയെ സോപ്പിടാൻ വേണ്ടി നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിച്ചതാ. കുടിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ഒന്നും പറയണ്ട. ചായ കുടിക്കാതെ അങ്ങനെ ഇവിടെ വെച്ചാൽ മതി. ഞാൻ തന്നെ ചായ കളഞ്ഞ് ഗ്ലാസ് കഴി അകത്തോണ്ട് വെച്ചേക്കാം. പാലെടുത്ത് മോശമാക്കി കളഞ്ഞതിന് ഒരു ക്ഷമയും പറഞ്ഞേക്കാം. ആദ്യം എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ടല്ലേ കളയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കളയണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിടുന്നത് പോലൊന്നും ആയിട്ടില്ല. അതല്ലെങ്കിലും നിങ്ങൾ ഈ പെൺവർഗങ്ങളെ ഈ പാചകത്തിന്റെ ക്രെഡിറ്റ് ഒക്കെ ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുവോ? അതിപ്പോ എത്ര നല്ലതായിട്ടുണ്ടാക്കിയാലും നിങ്ങളിട്ട് സമ്മതിച്ചു തരത്തുമില്ല. സത്യമേ, വെള്ളം വെള്ളം വേണ്ട പൊന്നി, അതകത്ത് വെച്ചേക്ക്. പിന്നെ രാഘവേട്ട, ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോയി. കാര്യമായിട്ട് ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലും ഏകദേശം ഇതിന്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലായി. ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്ന അനുസരിച്ചാണ് ഭാമേ നമ്മൾ അതിനെ അറിഞ്ഞു തുടങ്ങുന്നതേ. അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലോ അത് കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസവും ഉണ്ടാവില്ല. കച്ചവടം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഭാമേ, ഞാൻ ചിന്തിക്കുമായിരുന്നേ, നമ്മൾ നല്ല നല്ല കഴിഞ്ഞ സമയത്തെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുമെന്നോ, ഭാമ ഇങ്ങനെ വീട് വിടാൻ നേരം കാര്യം കച്ചവടം ചെയ്യേണ്ടി വരുമെന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വരുന്നവരെ ഭാമ വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പകല് വീടും സ്ഥലമൊക്കെ നോക്കി വെച്ചേ രാത്രി കക്കാൻ വരുന്ന ഒരു കൂട്ടത്തിലുള്ളവരാ ഈ വരുന്നെന്നും പറഞ്ഞ് എത്ര പേരെയാ ഭാമ ചീത്ത പറഞ്ഞ് ഓടിച്ചേക്കുന്നത്. ഇത് കാലത്തിന്റെ ഒരു കോമാളിക്കളിയാ. ആ ഒരു രീതിയിലേക്ക് ഭാമയെയും ഈശ്വരൻ കൊണ്ട് എത്തിച്ചേക്കുമല്ലയോ. ഇനി അങ്ങനെ നടക്കുമ്പോ ഭാമ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഭാമ ഇത് കാര്യമാക്കണ്ട. നമ്മളെറിഞ്ഞ ഓരോ കല്ലുകള് തിരിച്ചു വരുന്നതാ. പുറം കാണിച്ചു കൊടുക്കുക അല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല. സത്യാമേ, വിവാഹം ഉടനെ വേണ്ടെന്ന് ബാപ്പച്ചി തീരുമാനിച്ചു. തുടർന്ന് പഠിക്കാനും പറഞ്ഞു. അത് വളരെ സന്തോഷം തരുന്ന വാർത്തയാണല്ലോ. അങ്ങനെ ബാപ്പച്ചിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അല്ലേ? അതെ അതെ, ആരോ ബാപ്പച്ചിക്ക് ഇക്കാര്യത്തിൽ ശരിക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ബാപ്പച്ചിയുടെ തീരുമാനത്തിൽ നിന്ന് മാറുന്ന ആളല്ല. അതാരായിരിക്കും എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആരായാലും ഞങ്ങളെ തോറുന്ന സന്തോഷം പഴയപോലെ തിരിച്ചു വന്നല്ലോ. ഞങ്ങൾക്ക് അത് മതി. പിന്നെ അറിഞ്ഞുട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വിവരം? ഒന്ന് ചെയ്തു നോക്കി, വലിയ കുഴപ്പമില്ല, കച്ചവടം കിട്ടും. ഇങ്ങനെ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കി കിട്ടുന്ന ലാഭം ഭയങ്കര വലുതായിരിക്കും. അതായത് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി നമുക്കുണ്ടാക്കാം. മോളെ, അതൊക്കെ ചെയ്യാൻ ആള് വേണ്ടേ? പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടേ? അതിനിപ്പോ അറിയുന്ന ഒരാളെ വെച്ചാലും മതി. വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഡിമാൻഡ് കൂടുതലാ. സത്യമ്മ അങ്ങനെ എന്തെങ്കിലും നോക്ക്. ഓർഡർ ഒക്കെ നമുക്ക് കൊണ്ടുവരാന്നേ. എന്നാ പിന്നെ നമുക്ക് അതുകൂടി നോക്കാം അല്ലേ? 100 പറഞ്ഞാ പിന്നെ അതിനെതിരില്ലല്ലോ.
പപ്പി. എന്തായാലും വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിക്കാം. എന്ത് പറഞ്ഞാ കേറിച്ചില്ല. ശാരദാമ്മ കണ്ടിരുന്നെങ്കിൽ ഒരടിന്ന് രക്ഷപ്പെടായിരുന്നു. എന്റെ അമ്മ കണ്ടാലും ചേച്ചമ്മ കണ്ടാലും തല്ലുറപ്പാ. ഭാഗ്യം ശാരദാമ്മ വരുന്നേ. നമ്മള് മനസ്സിൽ കണ്ട പോലെ. ആഹാ എത്തിയല്ലോ. അവിടെ തന്നെ നിക്കാ, കേറുന്നില്ലേ? ശാരദാമ്മയെ കണ്ട് നല്ലൊരു സോറി പറഞ്ഞിട്ട് കേറാന്ന് വെച്ചു. ഓ, ഇത് സോറിയിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ കാണിച്ച തെറ്റല്ലേ. എവിടെയെങ്കിലും പോണമെങ്കിൽ പറഞ്ഞിട്ട് പോക്കൂടെ? എന്തെല്ലാം പ്രശ്നങ്ങളാ ഇവിടെ ഉണ്ടായെന്നറിയോ? അമ്മമാർ രണ്ടും ദേ വിറച്ച് നിക്കുക. നിങ്ങളത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാ പിന്നെ ഞങ്ങള് കേറുന്നില്ല. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായോണ്ടല്ലേ ഞങ്ങൾ പോയത്. ഇല്ലെങ്കി പോവോ? എന്ത് അത്യാവശ്യമാടി? അതിന് നീയൊക്കെ എന്തിനാ സുസ്മിതയുടെ വീട്ടിൽ പോയേ? അവിടെയാണോ നിന്റെയൊക്കെ അത്യാവശ്യം ഇരിക്കുന്നേ? പപ്പിയുടെ അച്ഛനെ കാണാൻ പോയതാ. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാത്തോണ്ട് ടീച്ചർ പപ്പിയോട് പറഞ്ഞു അച്ഛനെയും വിളിച്ചോണ്ട് വന്നാലേ ക്ലാസ്സിൽ കയറാൻ പറ്റൂന്ന്. ഒരച്ഛൻ എന്നിട്ട് അയാൾ വന്നോ? അയാൾ വന്നോന്ന്? വരില്ല. കാരണം അയാൾ നമ്മുടെ ആരുമല്ല. എന്റെ ഭർത്താവായാലേ അയാൾ നിന്റെ അച്ഛനാവത്തുള്ളൂ. അയാൾ എന്റെ ഭർത്താവും അല്ല, ആരുമല്ല. നിങ്ങൾ തമ്മിൽ വഴക്കായാലും ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ നാളെ ഞാൻ ക്ലാസ്സിന് എങ്ങനെ പോവും? നീ ക്ലാസ്സിൽ പോണ്ട. ഞാൻ പോവും. പോടി. എന്നെ ധിക്കരിച്ച് നീ എങ്ങോട്ടെങ്കിലും പോവോ? അച്ഛനെ കാണാൻ പോക്ക്. ഇനി ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി അവളെ തല്ലരുത്. ഇവിടെ ഇന്ന് ഞാൻ എന്നല്ലേ പറഞ്ഞ. ഓ അത് ശരി. എനിക്കിപ്പോ എന്റെ മോളെ തല്ലാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലേ? മക്കളെ തല്ലാൻ പാടില്ലെന്നല്ല, കാര്യം എന്താന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതറിഞ്ഞിട്ടും വെറുതെ എന്തിനാ അവരെ തല്ലുന്നെന്നാ ചോദിച്ചേ. എന്റെ മോളെ ഞാൻ ശിക്ഷിക്കുന്നത് അവള് തെറ്റ് ചെയ്തിട്ടാ. അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അവളെ ഇനിയും തല്ലും. ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോകുന്നു. ഇനി മാറി നിൽക്കാൻ അങ്ങോട്ട്. തുടരുതെന്നല്ലേ പറഞ്ഞത്? മോള് പറഞ്ഞില്ലേ ടീച്ചർ അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാ അവള് രോഹിത്തിനെ കാണാൻ പോയതെന്ന്.